അങ്ങനെ 5-8 ദിവസം കഴിഞ്ഞ് അയാൾ തൻ്റെ ആ മതിൽ കുത്തിയതും ഇനി അനിയൻ്റെ വീട് കാണണ്ടല്ലോ എന്ന സമാധാനമൊക്കെ മനസ്സിലിങ്ങനെ വെച്ചിട്ട് ആ വർഷം വന്ന് അവനുള്ളൊരു മറുപടിയും കൂടി ആയല്ലോ ആ മതിൽ എന്നൊക്കെ വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ അവിടെ മതിലില്ല. അവിടെ ആ കുളത്തിൻ്റെ മധ്യത്തിലൂടെ ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ടൊരു മരത്തിൻ്റെ പാലം പണിത് വെച്ചിരിക്കുന്നു. അതിലൂടെയുണ്ട് തൻ്റെയും അനിയൻ്റെയും മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു വരുന്നു ചാടുന്നു പോകുന്നു. അവന് അത്ഭുതപ്പെട്ട് 2 സഹോദരന്മാരുണ്ടായിരുന്നു. നല്ല സ്നേഹത്തിൽ തൊട്ടടുത്ത് തന്നെ വീട് വെച്ചത്. അപ്പോൾ രണ്ടുപേരും അടുത്തടുത്ത വീട്ടിൽ വളരെ സുഖകരമായി കഴിയുമ്പോൾ എന്തോ ചില പിണക്കങ്ങൾ അതിനിടയിൽ ഉണ്ടായി. പിണക്കമുണ്ടായപ്പോൾ ജ്യേഷ്ഠനും അനിയനുമാണ്. അവസാനം അനിയന് ആ പിണക്കം കുറച്ചുകൂടി മനസ്സിൽ തീവ്രമായി വരികയും രണ്ടുപേരുടെയും വീടിൻ്റെ ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ വീടിൻ്റെ ഇടയിലായിട്ട് നല്ല പുൽമേടാണുള്ളത്. അനിയൻ എന്ത് ചെയ്തു? ഈ പുൽമേട് മുഴുവനും കൊത്തിക്കളച്ചു. കുട്ടികൾ കളിക്കുന്ന സ്ഥലമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കാണുന്ന സ്ഥലമാണ്. പക്ഷെ ഇതേ ഈ പുൽമേട് മുഴുവൻ അവിടെ കൊത്തിക്കളച്ചിട്ട് അവിടെ ഒരു വലിയ കുളം കുത്തി. പേര് മീനിനെ വളർത്താനാണ്. പക്ഷെ ആ കുളം കുത്തിയതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷൻ കൂടി അവിടെ നിന്നു. കുട്ടികൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെയായി. ഇതുകൂടി കേട്ടപ്പം ഇതുകൂടി കണ്ടപ്പോൾ ജ്യേഷ്ഠൻ അരിശം മൂത്തു. അവനങ്ങനെ വിട്ടാൻ പറ്റില്ല. മനസ്സിൽ തീവ്രമായ ദേഷ്യവും അമർഷവും ഒക്കെ കൊണ്ടങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം അങ്ങോട്ടൊരു ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് ഒരു മരപ്പണിക്കാരൻ വന്നു. അദ്ദേഹം പല പണികളും എടുക്കും. മരപ്പണിയാണ് മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ഒരു അഭിപ്രായം പങ്കുവെച്ചു. എനിക്ക് നിങ്ങളൊരു ഉപകാരം ചെയ്യണം. നിങ്ങൾക്ക് ജോലി ഉണ്ടോയെന്നാണ് ചോദിച്ച് വന്നത്. അപ്പം അങ്ങനെയുള്ള ഫർണിച്ചറിൻ്റെ പണികൾ എടുക്കാം, അതുപോലെ തന്നെ ഏത് മരാമത്ത് പണികളൊക്കെ ഏത് രൂപത്തിലെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട, നിങ്ങൾ ചെയ്തു തരേണ്ട എൻ്റെ വീട്ടിലൊന്നും പണിയില്ല. പക്ഷെ എൻ്റെ വീടിൻ്റെ പുറത്ത് അതെൻ്റെ അനിയൻ്റെ വീടാണ്. നടുവിലൊരു കുളവും കണ്ടില്ലേ? എനിക്ക് ഈ കുളമോ അനിയൻ്റെ വീടോ ഒന്നും കാണാത്ത രൂപത്തിലൊരു വലിയ മതിൽ എനിക്കിവിടെ ഉണ്ടാക്കി തരണം. അത് പറ്റൂ. കാരണം എനിക്ക് അനിയൻ്റെ വീട് നീ കാണണ്ട. അത്രയും ദേഷ്യമാണ് അവനോട്. അവൻ ചെയ്ത പണി കണ്ടില്ലേ? അപ്പോൾ മരപ്പണിക്കാരൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം. ഏതായിരുന്നാലും ജ്യേഷ്ഠൻ പറഞ്ഞു, ഞാനിപ്പോൾ എനിക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ബിസിനസ്സാണ്. അതുകൊണ്ട് ഞാനിപ്പം പുറത്ത് പോവും. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ. ഒരു 7-8 ദിവസം കഴിഞ്ഞ് വരും. ഇന്ന് ഞാൻ നിങ്ങളെ പണി ഏൽപ്പിക്കുന്നു. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ വീടിൻ്റെ സൈഡിൽ എൻ്റെ അനിയൻ്റെ വീട് കാണാത്ത രൂപത്തിലുള്ള ഒരു വലിയ മതിലാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. അത് ഏത് രൂപത്തിലാണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് വിട്ടുന്നു. ശരി, ഞാൻ ഉണ്ടാക്കി തരാം. അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹം ജോലിക്ക് പോയി, ബിസിനസ് ആവശ്യാർത്ഥം പുറത്തേക്ക് പോയി. അങ്ങനെ 5-8 ദിവസം കഴിഞ്ഞ് അയാൾ തൻ്റെ ആ മതിൽ കുത്തിയതും ഇനി അനിയൻ്റെ വീട് കാണണ്ടല്ലോ എന്ന സമാധാനമൊക്കെ മനസ്സിലിങ്ങനെ വെച്ചിട്ട് ആ വർഷം വന്ന് അവനുള്ളൊരു മറുപടിയും കൂടി ആയല്ലോ ആ മതിൽ എന്നൊക്കെ വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ അവിടെ മതിലില്ല. അവിടെ ആ കുളത്തിൻ്റെ മധ്യത്തിലൂടെ ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ടൊരു മരത്തിൻ്റെ പാലം പണിത് വെച്ചിരിക്കുന്നു. അതിലൂടെയുണ്ട് തൻ്റെയും അനിയൻ്റെയും മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു വരുന്നു ചാടുന്നു പോകുന്നു. അവന് അത്ഭുതപ്പെട്ട് ഇവനെ പാലത്തിൻ്റെ മധ്യത്തിലൂടെ അങ്ങനെ നടന്നങ്ങനെ അപ്പോഴേക്കും ആ അനിയൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇതെന്ത് കഥ എന്ന് വിചാരിച്ച് അപ്പുറത്തുനിന്നുണ്ട് അനിയൻ പതിയെ നടന്ന് ഇങ്ങോട്ടും വരുന്നു. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ നിന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്കെന്നോടൊരു അമർഷവും വെറുപ്പൊന്നും ഉണ്ടായില്ലല്ലോ. നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പണി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. നീ എന്നോട് പൊറുക്കണം. ഞാൻ കുളം കുത്തിയത് ശരിയാണ്, പക്ഷേ നീ എന്നാലും എനിക്കിനി നിന്നോടൊരു ദേഷ്യമില്ല എന്ന് പറയുകയും അവർ കെട്ടിപ്പിടിക്കുകയും
അവർ ജ്യേഷ്ഠനാകെ എന്താ സംഭവിച്ചതെന്നറിയാതെ അത്ഭുതപ്പെട്ട് അവിടെ ഇങ്ങനെ നിന്ന് മരപ്പണിക്കാരനൊന്ന് കാണണം. കുട്ടികളൊക്കെ അപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്, പോകുന്നുണ്ട്, എല്ലാം പഴയ പോലെയായി. മനോഹരമായൊരു കുളത്തിൻ്റെ മീതെ ഒരു പാലം കൂടി ആയപ്പം കുറച്ചുകൂടി മനോഹരമായ ആ ഒരു അതിനെ ഒന്നുകൂടി ഇങ്ങനെ ഉൾക്കൊള്ളാൻ ഉള്ള ആ ഒരു മനസ്സ് ആയിട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് മരപ്പണിക്കാരനൊന്ന് കാണണമല്ലോ. മരപ്പണിക്കാരൻ വിളിച്ചു വന്നപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങളൊരു വല്ലാത്ത മനുഷ്യൻ തന്നെയാണ്. നിങ്ങൾ എന്തു പണിയാണ് കാട്ടിയത്? ഇങ്ങനെ നിങ്ങൾ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് സന്തോഷമായി. അനിയൻ എന്നെ വന്നപ്പോൾ അവൻ എന്നോട് ഇത്ര ദേഷ്യമൊന്നുമില്ല എന്നെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഈ മരപ്പണിക്കാരനെ കെട്ടിപ്പിടിക്കുകയാണ്. നിങ്ങൾ ഈ ചെയ്ത പണി, ഇതിന് എന്താണ് എനിക്ക് പ്രതിഫലം തിരിച്ചു തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് വല്ലാത്ത സന്തോഷമായി. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ, നിങ്ങൾക്ക് എല്ലാ ദിവസവും ജോലി ഞാൻ തരാം. അപ്പം മരപ്പണിക്കാരൻ പറഞ്ഞു, ഇല്ല, എനിക്കിനി വീണ്ടും പലരുടെയും വീട്ടിൽ പാലമുണ്ടാക്കാൻ പോകേണ്ടതുണ്ട്. ആ പാലം ഇവിടെ നിന്നാൽ പലർക്കും പാലം പണിയാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മരപ്പണിക്കാരൻ നടന്നകന്നു. അവർ പഴയ പോലെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. ഇതാണ് കഥ. ഏതായിരുന്നാലും ഒരു മനോഹരമായ കഥയും അതിലെ വലിയ ആശയങ്ങളുമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു കഥയിൽ ഈ മരപ്പണിക്കാരൻ ഒരു നല്ല മീഡിയേറ്റർ ആയിക്കൊണ്ട് ഒരു മധ്യസ്ഥത വഹിച്ചുകൊണ്ടാണ് തൻ്റെ ജോലിയെ അവിടെ ഭംഗിയാക്കിയത് എന്നാണ് കഥയിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ പല വിഷയങ്ങളിലും ഇടപെടുന്നവരും ഇടപെടേണ്ടി വരുന്നവരൊക്കെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഹിക്മത്ത് പ്രയോഗിക്കുക എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം രണ്ടാളുകളെ ബന്ധങ്ങൾ വിച്ഛേദിക്കുക എന്നത് ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യമാണെങ്കിൽ അത് കൂട്ടിയോജിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രയാസകരമായ വിഷയം. പ്രത്യേകിച്ച് ആളുകൾക്കിടയിൽ രണ്ട് അടികൂടുന്ന മൃഗങ്ങളാണെങ്കിൽ രണ്ട് കൂട്ടിലാക്കി മാറ്റിയിടാം. പക്ഷേ അടുത്തിടപഴകേണ്ട ആളുകൾ എന്ന നിലയ്ക്ക് മനുഷ്യരെ നമുക്ക് അകറ്റി കഴിഞ്ഞാൽ വീണ്ടും ശത്രുത എന്ന ഒരു സംഗതി കൂടി വരികയും പിന്നീട് ഏറ്റവും വലിയ ശത്രുക്കളായി അവർ മാറുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെ ഒരു പക്ഷേ ഇത് ഒരു കഥയാണെങ്കിലും ഇനി അത് ഒറിജിനൽ ആണെങ്കിലും ഇവിടെ എല്ലാത്തിനും അടിസ്ഥാനപരമായിട്ട് സാധാരണ ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വരെ രണ്ട് സഹോദരങ്ങൾ ഒരു പക്ഷേ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ പോലെ താങ്ങും തണലായി ജീവിക്കുന്ന ആളുകളായിരിക്കും. വിവാഹത്തിന് ശേഷമാണ് ചില കുടുംബങ്ങളിലൊക്കെ അത്തരമൊരു പ്രയാസങ്ങൾ വരാറുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ശരിക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു സംഗതി, കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന ഭാര്യയോട് ജ്യേഷ്ഠനാണെങ്കിലും അനിയനാണെങ്കിലും ഒക്കെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഞങ്ങൾ ഒരു ഉമ്മാൻ്റെ മക്കളാണ്. അപ്പോൾ ഞങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഞങ്ങളെ സ്ഥാനങ്ങളൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ ഒരു ഭർത്താവിൻ്റെ ജ്യേഷ്ഠനോടാണെങ്കിലും അനിയനോടാണെങ്കിലും സംസാരിക്കേണ്ടതിൻ്റെയും ആവശ്യകതയൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ ഇടപഴകേണ്ടത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ബന്ധങ്ങളാകുമ്പോഴാണ് പ്രശ്നങ്ങൾ, വേറെ നിലക്കുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിലേക്ക് എത്താതിരിക്കാനുള്ള ഇസ്ലാമിയത്ത് കൊടുക്കുവാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം ബന്ധങ്ങളെ ഒരു പക്ഷേ ചില ഫാമിലിയിലൊക്കെ മക്കളുണ്ടായി കഴിഞ്ഞാലേക്കാരം പ്രശ്നങ്ങളുണ്ടാവുക, മക്കൾ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ മക്കളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടൊക്കെ മുന്നോട്ട് പോകാനും ബന്ധങ്ങളുടെ പവിത്രത മനസ്സിലാക്കാനും ശ്രമിച്ചാൽ ഈ പാലങ്ങൾ എന്നും നിലനിൽക്കും. ഇത്തരം പാലമുണ്ടാക്കുന്ന ജോലി ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. യെസ്, അതാണ് അതിൻ്റെ ഏറ്റവും നേരത്തെ മാഷ് പറഞ്ഞല്ലോ, ഈ മൂന്നാമതൊരാൾ, ഒരു മീഡിയേറ്റർ ഇല്ലാതെ പോയത് കൊണ്ട് എത്രയോ ആളുകൾ തമ്മിൽ യോജിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. പലപ്പോഴും അരിശം കൂട്ടുന്ന മീഡിയേറ്റർമാരാവുന്നതിന് പകരം ഒന്നിപ്പിക്കാൻ വേണ്ടി രണ്ടാളുകൾ തമ്മിൽ രഞ്ജിപ്പിക്കാൻ വേണമെങ്കിൽ കളവ് വരെ പറയാമെന്ന് പറഞ്ഞു. അപ്പം എത്രമാത്രം ഉണ്ട് ആ വിഷയത്തിലുള്ളത്. രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ ഒന്നിപ്പിക്കാൻ റസൂൽ പോയപ്പോൾ ജമാഅത്ത് വരെ റസൂലിന് വൈകിയുണ്ടായി. ആ സംഭവം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കേണ്ട ഒരു റോൾ കൂടിയാണ്. എവിടെയാണോ നമ്മളിങ്ങനെ അവരെന്തോ ആവട്ടെ പോട്ടെ, അനിയന് ജ്യേഷ്ഠൻ അല്ലെങ്കിൽ 4-5 മക്കളിലേക്ക് രണ്ടാൾ തമ്മിൽ മുണ്ടില്ലെങ്കിൽ മറ്റേ ബ്രദർ പറയാം ഓല് മുണ്ടില്ല, എന്തേലും ആവട്ടെ നമ്മളതിൽ നോക്കണ്ട എന്ന് പറയുന്നത് കുറ്റകരമായ ഒരു കാര്യമാണല്ലോ.